ജന്മന അന്ധൻ, പക്ഷേ 500 കോടി ആസ്തിയുള്ള ഒരു കമ്പനിയുടെ ഉടമയാണ്. അതും ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടിൽ നിന്നും ഒറ്റയ്ക്ക് വഴിവെട്ടി ഉണ്ടാക്കിയത്. 1991 ആന്ധ്രാപ്രദേശിലെ സീതാരാമപുരം എന്ന ഗ്രാമത്തിലാണ് ഇയാളുടെ ജനനം. അവരുടെ ദാരിദ്ര്യം നിറഞ്ഞ ജീവിതത്തിൽ വൈകല്യമുള്ളൊരു കുഞ്ഞ് വീണ്ടും ബാധ്യതയാകുമെന്ന് ഗ്രാമവാസികൾ പറഞ്ഞു. എന്നാൽ അവൻ്റെ അച്ഛനും അമ്മയും അവനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അവർ അവനെ നന്നായി വളർത്തി. കാഴ്ചയില്ലാത്ത അവൻ്റെ കണ്ണുകളായി അവർ മാറി. അവൻ്റെ പേര് ശ്രീകാന്ത് ബൊല്ല. പഠിക്കാൻ മിടുക്കനായിരുന്ന അവൻ 10ാം ക്ലാസ് പരീക്ഷയിൽ 90% മാർക്ക് വാങ്ങി ജയിച്ചു. എന്നാൽ പിന്നീട് അവൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെ അവൻ്റെ ആഗ്രഹത്തിന് നേരെ വിപരീതമായിരുന്നു. +1 സ്റ്റേറ്റ് സിലബസിൽ സയൻസ് പഠിക്കാൻ ആഗ്രഹിച്ച അവന് നല്ല മാർക്കുണ്ടായിട്ടും അഡ്മിഷൻ നിഷേധിക്കപ്പെട്ടു. കണ്ണു കാണാൻ വയ്യാത്ത ഒരാൾക്ക് ചിത്രങ്ങളും ഗ്രാഫുകളുമൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞാണ് അവനെ അവർ ഒഴിവാക്കിയത്. അന്ന് അവന് ഒരു കാര്യം കൂടി മനസ്സിലായി. തൻ്റെ ബലഹീനത കാഴ്ചയില്ല എന്നതല്ല, ഇതുപോലെയുള്ള ഒഴിവാക്കലുകൾ ആണെന്ന്. അവൻ്റെ മുന്നിൽ 2 വഴികളുണ്ടായിരുന്നു. മറ്റുള്ളവർ പറയുന്ന കേട്ട് ജീവിക്കുക, അല്ലെങ്കിൽ തൻ്റെ കഴിവിൽ വിശ്വസിച്ച് പോരാടുക. അവൻ 2ാമത്തെ വഴി തിരഞ്ഞെടുത്തു. സംസ്ഥാന സർക്കാരിനെതിരെ കോടതിയിൽ കേസ് നൽകി. അങ്ങനെ 6 മാസത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി അവൻ്റെ കൂടെ നിന്നു. അവനെ പഠിക്കാൻ അനുവദിച്ചു. അത് വെറുതെയായില്ല. 12 പാസ്സായപ്പോൾ അവന് ലഭിച്ച സർട്ടിഫിക്കറ്റിൽ ഒരു സംഖ്യ ഉണ്ടായിരുന്നു, 98% മാർക്കെന്ന സംഖ്യ. എന്നിട്ടും മറ്റു ചിലരുടെ കണ്ണുകൾ തുറക്കാൻ തയ്യാറല്ലായിരുന്നു. അവൻ IIT-യിൽ പഠിക്കാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവിടെയും അവൻ്റെ അന്ധത പറഞ്ഞ് അധികാരികൾ അവനെ എൻട്രൻസ് എഴുതാൻ അനുവദിച്ചില്ല. തനിക്കല്ല, ഈ നാട്ടിലുള്ള ചിലർക്കാണ് മുന്നിലുള്ളത് കാണാൻ കഴിയാത്തത് എന്ന് തിരിച്ചറിഞ്ഞ അവൻ രാജ്യത്തിന് പുറത്തേക്കുള്ള സാധ്യതകൾ തിരയാൻ തുടങ്ങി. 4 വിദേശ യൂണിവേഴ്സിറ്റികൾ അവൻ്റെ അപേക്ഷ സ്വീകരിക്കാൻ തയ്യാറായി. അതിൽ ഒരെണ്ണം MIT ആയിരുന്നു, USA-യിലെ മസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അങ്ങനെ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്നിൽ അവന് പ്രവേശനം ലഭിച്ചു. അതും അവരുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സംഭവമായിരുന്നു. എന്നാൽ അവൻ്റെ കുടുംബത്തിൻ്റെ ആകെ വാർഷിക വരുമാനം മുഴുവൻ എടുത്താൽ പോലും അവിടേക്ക് പോകാനുള്ള ടിക്കറ്റ് പോലും എടുക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ അവൻ്റെ ഉള്ളിലെ സ്പാർക്ക് തിരിച്ചറിഞ്ഞ MIT അവന് സ്കോളർഷിപ്പ് നൽകാനും തയ്യാറായി. അങ്ങനെ അവൻ MIT-യിൽ പോയി പഠനം പൂർത്തിയാക്കി. MIT-യുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ വൻ കോർപ്പറേറ്റ് കമ്പനികൾ ജോലി നൽകും. അവനും അമേരിക്കൻ കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് നല്ല ഓഫറുകൾ ലഭിച്ചു. എന്നാൽ അവൻ്റെ ഉള്ളിൽ മറ്റൊരു ആഗ്രഹമുണ്ടായിരുന്നു. തൻ്റെ നാട്ടിൽ തന്നെപ്പോലെയുള്ള അനേകം ആളുകളുണ്ട്, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അതിനുള്ള പ്രവർത്തനങ്ങൾ അവൻ്റെ കോളേജിൽ വെച്ച് തന്നെ ആരംഭിച്ചിരുന്നു. 2012 നാട്ടിലേക്ക് വന്ന അവൻ ഹൈദരാബാദിലെ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് മറ്റ് 2 സുഹൃത്തുക്കളെയും കൂടെ കൂട്ടി ഒരു ചെറിയ സ്ഥാപനം ആരംഭിച്ചു. ബൊള്ള ആൻഡ് ഇൻഡസ്ട്രീസ് എന്നായിരുന്നു അതിൻ്റെ പേര്. പരിസ്ഥിതി സൗഹൃദമായ പാക്കിംഗ് ഉപകരണങ്ങൾ നിർമ്മിച്ചുകൊണ്ടാണ് അവരുടെ പ്രവർത്തനം അവർ ആരംഭിച്ചത്. വിദ്യാഭ്യാസമില്ലാത്ത, തൊഴിലറിയാത്ത, വൈകല്യമുള്ളവർക്ക് ജോലി നൽകുക എന്നതായിരുന്നു അവരുടെയൊക്കെ ലക്ഷ്യം. തുടർന്ന് തിരികെ അമേരിക്കയിലേക്ക് പോയ അദ്ദേഹം തൻ്റെ പഠനമെല്ലാം പൂർത്തിയാക്കി 2014 തിരികെ ഇന്ത്യയിലേക്ക് വന്നു. കമ്പനി പതിയെ വളരാൻ തുടങ്ങി. വേസ്റ്റ് റീസൈക്കിൾ ചെയ്ത് നിർമ്മിക്കുന്ന ക്രാഫ്റ്റ് പേപ്പറായിരുന്നു അവരുടെ ഒരു പ്രധാന ഉൽപ്പന്നം. 2016 സാക്ഷാൽ രത്തൻ ടാറ്റ കമ്പനിയിൽ നിക്ഷേപം നടത്തിയെന്ന് പറയുമ്പോൾ ഊഹിക്കാൻ പറ്റുമല്ലോ അവരുടെ വളർച്ച എന്തുമാത്രമായിരുന്നെന്ന്. പ്രൊഡക്റ്റുകൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ടായതോടെ തെലങ്കാന, കർണാടക, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിച്ചു. 2018 കമ്പനിയുടെ വിറ്റുവരവ് 100 കോടി പിന്നിട്ടു. അതേ വർഷം തന്നെ 150 കോടിയും പിന്നിട്ട് 2019 400 കോടിക്ക് മുകളിലെത്തി. 2017 തന്നെ ശ്രീകാന്ത് ഫോർബ്സ് മാഗസിൻ്റെ 30 under 30 ലിസ്റ്റിൽ തൻ്റെ പേര് രേഖപ്പെടുത്തി ലോക ശ്രദ്ധ നേടിയെടുത്തു. എന്നാൽ 2020 വന്ന ലോക്ക്ഡൗൺ കമ്പനിക്ക് നല്ല തിരിച്ചടി നൽകി. മാസങ്ങളോളം പ്രവർത്തനം നിലച്ചു. എല്ലാം വീണ്ടും ഒന്നിൽ നിന്ന് ആരംഭിക്കേണ്ടി വന്നു. എന്നിരുന്നാലും ഇതിലും വലിയ പ്രതിസന്ധികൾ നേരിട്ട് വന്നവർക്ക് ഇതൊക്കെ തരണം ചെയ്യാനുള്ള ശേഷിയുണ്ടായിരുന്നു. ഇന്ന് കമ്പനി ഏതാണ്ട് 500 കോടിയുടെ വിറ്റുവരവ് നേടുന്നു. ചില സോഴ്സ് പ്രകാരം 1200 കോടി ഉണ്ടെന്നും പറയപ്പെടുന്നു. വിയറ്റ്നാം, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ കൂടി പ്രവർത്തനം ആരംഭിച്ചു.
കൂടുതൽ ഉയരങ്ങളിലേക്കുള്ള യാത്രയിലാണവർ. നിലവിൽ കമ്പനിയിൽ ഏതാണ്ട് 500-ന് മുകളിൽ ആളുകൾ ജോലി ചെയ്യുന്നു. അതിൽ 60% മുകളിൽ ഉള്ളവരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ശാരീരികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നവരാണ്. ഇതിലും നന്നായിട്ട് എങ്ങനെയാണ് ഒരാൾക്ക് പ്രതികാരം ചെയ്യാൻ കഴിയുന്നത്? 2024 ശ്രീകാന്ത് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ വെള്ളിത്തിരയിൽ ഇറങ്ങിയിരുന്നു. ശ്രീകാന്തിൻ്റെ പ്രസിദ്ധമായ വരികൾ കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. ഐ ലാക്ക് ഐസൈറ്റ് ബട്ട് നോട്ട് വിഷൻ. ചില കഥകൾ സത്യമാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല, പക്ഷേ ശ്രീകാന്ത് പിള്ളയുടെ കഥ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ.